ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. എല്ലാവരും മോർണിംഗ് ടീ റെഗുലറായിട്ട് കാണുന്നുണ്ടോ? മോർണിംഗ് ടീയിൽ നമ്മുടെ സ്റ്റീഫൻ സാറിൻ്റെയും സലീം സാറിൻ്റെയൊക്കെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഈ രണ്ട് അധ്യാപകരും നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഹാജാസ് ക്ലാസ്സസിലെ ടീച്ചേഴ്സാണ്. അവരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൂടുതൽ ആസ്വാദ്യകരമാണ് എന്ന് അറിയാൻ സാധിച്ചു പല കമൻറ്റുകളിലൂടെയും. അതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ മോർണിംഗ് ടീ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മുടെ മോർണിംഗ് ടീയുടെ ഒരു സയൻസ് ക്ലാസ്സാണ്. മോർണിംഗ് ടീ എന്താണ്? രാവിലെ നമ്മൾ കുടിക്കുന്ന ഒരു ചുടു ചായയോടൊപ്പം ഒരു നല്ല അറിവ്, ഒരു സൂപ്പർ അറിവ്. ഇന്ന് നമ്മൾ സയൻസിൽ ഫിസിക്സിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇന്നത്തെ ഈ ഫിസിക്സ് ക്ലാസ് ടെമ്പറേച്ചറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ഊഷ്മാവിനെ കുറിച്ച്. PSC നടത്തുന്ന വിവിധ പരീക്ഷകളിൽ ഊഷ്മാവിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാത്തത് ഊഷ്മാവ് എന്ന് പറയുന്നത് ചൂട് എന്നാണ് നമ്മൾ കാണുന്നത്. ചൂട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഊഷ്മാവാണോ? എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഒരു വസ്തുവിൻ്റെ ഹീറ്റ് ലെവലിന്, ഹീറ്റ് ഒരു എനർജിയാണ് കേട്ടോ. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയാണ്. ഒരു വസ്തുവിലെ ഹീറ്റ് എന്ന് പറയുന്ന എനർജിയുടെ ലെവലിനെ സൂചിപ്പിക്കുന്ന ഒരു അളവാണ് ടെമ്പറേച്ചർ. അപ്പം എനിക്ക് ഹീറ്റ് എന്ന് പറഞ്ഞൊരു എനർജി എൻ്റെ ശരീരത്തിലുണ്ട്. അത് എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു അളവുകോലാണ് ഊഷ്മാവ് എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ എന്താണ്? ഒരു വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവ്. ഒരു വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവിനെയാണ് നമ്മൾ ഊഷ്മാവ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു പദാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവോ ഒരു പദാർത്ഥമോ എടുത്താൽ ആ പദാർത്ഥത്തിലെ തന്മാത്രകൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകൾ എപ്പോഴും മൂവ് ചെയ്യുമ്പോൾ ഒരു വസ്തുവിൽ കിട്ടുന്ന എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി എന്ന് പറയും. വസ്തുക്കളുടെ അകത്തുള്ള കണികകളുടെ സഞ്ചാരം കൊണ്ട് ഒരു വസ്തുവിന് കിട്ടുന്ന ഊർജത്തെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി എന്ന് പറയും. ഒരു പദാർത്ഥത്തിലെ കുറേ കണികകൾ ഉണ്ടാവും. ഓരോ കണികയ്ക്കും ഓരോ തരത്തിലായിരിക്കും കൈനറ്റിക് എനർജി ഉണ്ടാവുക, ഗതികോർജം ഉണ്ടാവുക. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയുന്നത്, ഒരു ടംബ്ലർ ഉണ്ട്, ഒരു ഗ്ലാസ് ടംബ്ലർ ഉണ്ട്. അതിനകത്തുള്ള കണികകളെയാണ് ഞാനിങ്ങനെ 0 ഉണ്ടവിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഓരോ കണികയ്ക്കും ഓരോ കൈനറ്റിക് എനർജി ആയിരിക്കും. ഓരോ കണികയ്ക്കും ഓരോ കൈനറ്റിക് എനർജി ആയിരിക്കും. ഈ ഓരോ കണികകളുടെ കൈനറ്റിക് എനർജിയുടെ ആവറേജിനെയാണ് ആ വസ്തുവിൻ്റെ ഊഷ്മാവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി കൈനറ്റിക് എനർജിയെ വിളിക്കുന്ന പേരാണ് ആ വസ്തുവിൻ്റെ ഊഷ്മാവ്. ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് പറയാൻ ഉപയോഗിക്കുന്ന ഒരു അളവുകോലാണ്, ഒരു യൂണിറ്റാണ് ഡിഗ്രി സെൽഷ്യസ്. നമ്മളെപ്പോഴും ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. ഡിഗ്രി സെൽഷ്യസ് പോലെ തന്നെ ടെമ്പറേച്ചർ പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് 1 കെൽവിൻ, 2 ഡിഗ്രി സെൽഷ്യസ്, 3 ഡിഗ്രി ഫാരൻഹീറ്റ്. 3 യൂണിറ്റുകളാണ് ടെമ്പറേച്ചർ പറയാനായി നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഈ 3 യൂണിറ്റുകളിൽ ഒരു യൂണിറ്റ് ഇന്റർനാഷണലി സ്റ്റാൻഡേർഡായ SI യൂണിറ്റ് എന്നാണ് അറിയപ്പെടുക. SI എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്നാണ്. അതിനകത്ത് 1960 മുതലാണ് ഇത് നടപ്പിലാക്കി വരുന്നത്. ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്, അതിനകത്ത് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം, അത് കെൽവിൻ ആണ് എന്ന് പറയാം. അപ്പോൾ ഡിഗ്രി സെൽഷ്യസും ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ആണ്, ഡിഗ്രി ഫാരൻഹീറ്റും ഊഷ്മാവിൻ്റെ യൂണിറ്റ് ആണ്, കെൽവിനും ഊഷ്മാവിൻ്റെ യൂണിറ്റ് ആണ്. ഈ 3 എണ്ണത്തിൽ ഏതാണ് SI യൂണിറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയേണ്ടത് അത് കെൽവിനാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, കെൽവിൻ എന്ന് പറയുന്ന യൂണിറ്റിൽ നെഗറ്റീവ് സ്കെയിൽ ഇല്ല, നെഗറ്റീവ് ടെമ്പറേച്ചർ ഇല്ല, നെഗറ്റീവ് വാല്യൂ ഇല്ല. ടെമ്പറേച്ചറിൽ നെഗറ്റീവ് വാല്യൂ ഇല്ലാത്ത ഒന്നാണ് കെൽവിൻ സ്കെയിൽ. മനസ്സിലായോ? -328 കെൽവിൻ തെറ്റ്. കാരണം കെൽവിനിൽ ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് ഇല്ല. ക്ലിയർ ആണോ? അപ്പോൾ നെഗറ്റീവ് വാല്യൂ ഇല്ലാത്ത ടെമ്പറേച്ചർ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കെൽവിനാണ് ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ്. എന്നാൽ
സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന, അപ്പോൾ ഈ കെൽവിൻ ഒഴികെയുള്ള ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലും നെഗറ്റീവ് ഉണ്ട്. ഇവരിൽ രണ്ടുപേരിലും നെഗറ്റീവ് ഉണ്ട്. ഇതിൽ നെഗറ്റീവ് ഇല്ല, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ഈ രണ്ടിലും നെഗറ്റീവ് ഒരേപോലത്തെ അളവ് കാണിക്കുന്ന, ഒരേ മൂല്യം കാണിക്കുന്ന ഒരു ടെമ്പറേച്ചർ എത്രയും ചോദിച്ചാൽ നമ്മൾ പറയണം -40°. അപ്പോൾ -40° എന്ന് പറയുന്ന ഒരു അളവ് ഡിഗ്രി സെൽഷ്യസിലും ഉണ്ട്, എന്നാൽ ഡിഗ്രി ഫാരൻഹീറ്റിലും ഉണ്ട്. കെൽവിനിൽ നെഗറ്റീവേ ഇല്ല. ഇനി നമുക്ക് നോക്കാം അടുത്തൊരു പോയിന്റ്. ഇതെല്ലാം PSC ചോദിച്ചതാണ്. എന്നാൽ ഫാരൻഹീറ്റിലും ശ്രദ്ധിക്കണം, ഫാരൻഹീറ്റിലും ഡിഗ്രി ഫാരൻഹീറ്റിലും കെൽവിനിലും ഈ 2 യൂണിറ്റുകളിൽ ഒരേ മൂല്യം കാണിക്കുന്ന ഒരു അളവുണ്ട്. അത് 574.25. 574.25 എന്ന് പറയുന്ന ഒരു വാല്യൂ അത് കെൽവിനിലും ഉണ്ട്, എന്നാൽ ഫാരൻഹീറ്റിലും ഉണ്ട്. എന്നാൽ സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു 3-4 പോയിന്റ് ഉണ്ട്. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലാതെയും ഒക്കെ PSC ചോദിക്കും, നിങ്ങളെ കൺഫ്യൂഷൻ അടുപ്പിക്കാൻ. നമ്മൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. കെൽവിൻ സ്കെയിലാണ് SI യൂണിറ്റ്. കെൽവിൻ സ്കെയിലിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ, നെഗറ്റീവ് വാല്യൂ ഇല്ല. ഡിഗ്രി സെൽഷ്യസിലും അതേപോലെ ഫാരൻഹീറ്റിലും ഒക്കെ ഒരേ മൂല്യം കാണിക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. അത് എന്താണ് എന്ന് ചോദിച്ചാൽ -40, -40° ആണ്. എന്നാൽ കെൽവിൻ സ്കെയിലിലും ഡിഗ്രി സെൽഷ്യസിലും ഒരേപോലെ വാല്യൂ കാണിക്കുന്നതാണ് 500. ഫാരൻഹീറ്റിലും കെൽവിൻ സ്കെയിലിലും 574.25. എന്നാൽ സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം ഇല്ല. അത് പഠിക്കണം. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ഓക്കെ, നമുക്കറിയാം ഒരു പദാർത്ഥത്തെ നമ്മൾ ചൂടാക്കുന്നു. നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ചൂടാക്കുന്നു. അപ്പോൾ ആ വെള്ളത്തിനകത്ത് ആ പാത്രത്തിനകത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ ഓരോ കണികയ്ക്കും ചലനമുണ്ടാകും. ചലനമുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൈനറ്റിക് എനർജി കൂടും, ഗതികോർജം കൂടും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ടെമ്പറേച്ചർ കൊടുക്കാതിരുന്നാലോ കൈനറ്റിക് എനർജി കുറയും. ടെമ്പറേച്ചർ കുറച്ചാലോ വീണ്ടും കൈനറ്റിക് എനർജി കുറയും. കൈനറ്റിക് എനർജി കുറയുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്തുള്ള കണികകൾ മൂവ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നാലോ ഇതിനകത്തുള്ള കണികകളൊന്നും ചലിക്കാൻ പറ്റാതെ ഒരു അല്പം പോലും അനങ്ങാതെ നിൽക്കുന്ന ഒരു ടെമ്പറേച്ചറിലേക്ക് അത് എത്തും. അതായത് പദാർത്ഥങ്ങളുടെ ചലനം പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരവസ്ഥ, ആ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കേവല പൂജ്യം അല്ലെങ്കിൽ അനന്തശൈത്യം എന്ന് പറയും. ഒരു വസ്തുവിനെ കുറച്ച് വെള്ളം എടുത്തിട്ടേ നിങ്ങൾ ആ അതിനകത്ത് നോക്കിയേ, അതിനകത്തുള്ള കണികകൾ മൂവ് ചെയ്യും. അതിനെ തണുപ്പിച്ച് നോക്കിയേ, തണുപ്പിക്കുമ്പോൾ ടെമ്പറേച്ചർ കുറയല്ലേ, അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് കുറയും. അതിശൈത്യമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇത് കൊണ്ടുവയ്ക്കുന്നതെങ്കിലോ ഇതിനകത്ത് കണികകൾ തെല്ലും അനങ്ങാതെ നിൽക്കും. ആ ഒരു ടെമ്പറേച്ചറിൽ കണികകൾക്ക് ഒരു ചലന സ്വാതന്ത്ര്യവും ഇല്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുക. അബ്സല്യൂട്ട് സീറോ +1 നമുക്കിത് പഠിക്കാനുള്ളത്. അബ്സല്യൂട്ട് സീറോ എന്ന് പറയും. ഈ അബ്സല്യൂട്ട് സീറോ രേഖപ്പെടുത്തുന്നത് കെൽവിൻ സ്കെയിലിലാണ് എന്ന് പഠിക്കണം. ടെമ്പറേച്ചറിന് 3 യൂണിറ്റുകളുണ്ട്. അതിൽ കെൽവിൻ സ്കെയിലാണ് SI യൂണിറ്റ്. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന പദാർത്ഥങ്ങളുടെ ചലന സ്വാതന്ത്ര്യം പൂർണ്ണമായും നിലയ്ക്കുന്ന ഘട്ടമാണ് അബ്സല്യൂട്ട് സീറോ. ആ അബ്സല്യൂട്ട് സീറോ നമ്മൾ രേഖപ്പെടുത്തുന്നത് കെൽവിൻ സ്കെയിലിലാണ്. കേവല പൂജ്യം എന്നറിയപ്പെടുന്നത് -273.15°C. വെള്ളം ഐസാകുന്ന 0°C വെള്ളം ഐസാവുന്നത്. ഐസാകുമ്പോഴും അതിനകത്ത് പദാർത്ഥം കണികകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത്രേ ചലനം. എന്നാൽ ആ പൂജ്യത്തിൽ നിന്ന് പിന്നെയും നമ്മൾ കുറച്ച് നമ്മളൊരു ഇമാജിനറി ടെമ്പറേച്ചർ ആയ -273.15 ചലനം, ആ പദാർത്ഥങ്ങൾ ഒട്ടും ചലിക്കാതാകുന്നത്. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? തെർമോമീറ്റർ.
നിങ്ങളുടെ പനി അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ. നമ്മുടെ സാധാരണ അന്തരീക്ഷത്തിലെ ഊഷ്മാവൊക്കെ അളക്കാനാണ് ഈ തെർമോമീറ്റർ ഉപയോഗിക്കുക. അങ്ങനെ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ സൂര്യൻ്റെ ടെമ്പറേച്ചർ അളക്കാനാണെങ്കിലോ അതിനെ പൈറോമീറ്റർ എന്നാണ് പറയുക. മനസ്സിലാവുന്നുണ്ടോ? ഈ തെർമോമീറ്റർ, സാധാരണ തെർമോമീറ്റർ ഉപയോഗിച്ച് അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ അളക്കാൻ പറ്റും. എന്നാൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ അളക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതാണ് ആവശ്യമെങ്കിൽ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. എന്നാൽ സാധാരണ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഗലീലിയോ ഗലീലി ആണ്. ചലനങ്ങളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ഗലീലിയോ ഗലീലിയാണ്. ചലനങ്ങളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ഗലീലിയോ ഗലീലിയാണ്. എന്നാൽ ചലന നിയമങ്ങളെല്ലാം ആവിഷ്കരിച്ചത് ന്യൂട്ടനാണ്. ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം. എന്നാൽ മെർക്കുറി ഉപയോഗിച്ചുകൊണ്ടുള്ള മെർക്കുറി തെർമോമീറ്റർ കണ്ടെത്തിയത് ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ്. ക്ലിഫോർഡ് ആൽബർട്ട് ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയത്. ക്ലിയർ ആണ്? ഓക്കെ. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് ഏത് ദ്രാവകമാണ്? മെർക്കുറിയാണ്. മെർക്കുറി ലിക്വിഡ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. ലിക്വിഡ് മെറ്റലാണ് മെർക്കുറി. അറ്റോമിക് നമ്പർ 80 ആണ്. Hg എന്നാണ് അതിൻ്റെ സിമ്പൽ. ഹൈഡ്രാർജീറം എന്നാണ് അതിൻ്റെ കൃത്യമായ പദം. ഹൈഡ്രാർജീറം. ഇനി വളരെ താഴ്ന്ന ഊഷ്മാവുണ്ട്. ഉയർന്ന ഊഷ്മാവിനെ സൂചിപ്പിക്കാൻ പൈറോമീറ്റർ ഉപയോഗിക്കുമെങ്കിൽ താഴ്ന്ന ഊഷ്മാവിനെ സൂചിപ്പിക്കാനാണ് അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ് എന്ന് പറയും. ക്രയോമീറ്റർ ആണ് വളരെ താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇനി നമുക്ക് സാധാരണ സ്കൂൾ ക്ലാസ്സുകളിൽ ഊഷ്മാവ് പഠിക്കേണ്ട ഇടത്ത് നമുക്കൊരു ചോദ്യമുണ്ട്. അതായത് ഫാരൻഹീറ്റിലെ വാല്യൂ തരും, എന്നിട്ട് അതിനെ ഡിഗ്രി സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വരും. അത് PSC പരീക്ഷകളിലും സമാനഗതിയിലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ഫാരൻഹീറ്റിൽ ഒരു വാല്യൂ നിങ്ങൾക്ക് തരും, അതിനുശേഷം അതിനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഫാരൻഹീറ്റിൽ തരുന്ന വാല്യൂ എക്സ് ആണെന്ന് ഇരിക്കട്ടെ, എന്ത് വേണമെങ്കിലും അവിടെ വരാം, അവിടെ ഏതെങ്കിലും ഒരു നമ്പർ വരും. അതിൽ നിന്ന് നിങ്ങളൊരു 32 കുറയ്ക്കുക. ഫാരൻഹീറ്റിൽ തരുന്ന വാല്യൂ എക്സ് ആണെങ്കിൽ ആ എക്സിൽ നിന്ന് നിങ്ങൾ 32 കുറയ്ക്കുക. എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂവിനെ 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് തന്നിരുന്ന ഫാരൻഹീറ്റ് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ആവും. അപ്പോൾ ഫാരൻഹീറ്റിനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ തരുന്ന വാല്യൂവിൽ നിന്ന് 32 കുറച്ചിട്ട് 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം വളരെ വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഇനി സെൽഷ്യസിൽ ഒരു വാല്യൂ തന്നു, 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നു. ഓക്കെ, 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നു. അപ്പോൾ അതിനെ ഫാരൻഹീറ്റിലോട്ടാണ് നിങ്ങളുടെ അടുത്ത് മാറ്റാൻ പറയുന്നതെങ്കിൽ 9/5 ഈ നിങ്ങൾക്ക് തരുന്ന ഡിഗ്രി സെൽഷ്യസ് 10 ഡിഗ്രി എന്നല്ലേ തന്നത്, ആ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 9/5, എന്നിട്ട് അതിൻ്റെ കൂടെ 32 കൂട്ടുക. ഇതും കൂടെ വെട്ടിപ്പോകുന്നു 2 തവണ. 2 × 9 18, 18 32 കൂടെ കൂട്ടുമ്പോഴത്തേക്കും 50 എന്ന് കിട്ടും. 50 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 50 ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമെന്നർത്ഥം. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ തരുന്ന വാല്യൂവിനെ ഫാരൻഹീറ്റിലോട്ട് മാറ്റാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എനിക്കൊക്കെ എൻ്റെയും നിങ്ങളുടെയൊക്കെ ഒരു അറിവെന്ന് പറയുന്നത്, നമ്മൾ പണ്ട് പനി വന്ന് 101 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളമൊക്കെ തിളച്ച് മറിയുന്ന ആ ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ അല്ലേ? അത് ഡിഗ്രി സെൽഷ്യസ് ആണോ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ? അല്ല, അത് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഫാരൻഹീറ്റ് പറയുമ്പോൾ കൂടുതലായി, 50 ഡിഗ്രി ഫാരൻഹീറ്റായി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി സെൽഷ്യസിനെ കെൽവിനാക്കാനാണെങ്കിൽ നമുക്കൊരു സെൽഷ്യസ് തരുന്നു, 25 ഡിഗ്രി എന്ന് തരുന്നു, 25 ഡിഗ്രി സെൽഷ്യസ്. ഇതിനെ കെൽവിനിലാക്കാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ 273 കൂട്ടിയാൽ മതി. അപ്പം 298 എന്ന് കിട്ടും. അപ്പം 298 കെൽവിൻ എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഡിഗ്രി സെൽഷ്യസിനെ ആ കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റുകയാണെങ്കിൽ 273 കുറച്ചാൽ മതി. എന്താ എളുപ്പമാണ്.
കാര്യം മനസ്സിലാവുന്നുണ്ട് അല്ല? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് തീർന്നുപോയി. മോർണിംഗ് ടീ ഇന്നിവിടെ തീരുകയാണ് അല്ലേ? ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മളിന്ന് എടുത്തത് അല്ലേ? ഊഷ്മാവ് അല്ലെ, എല്ലാ യൂണിറ്റുകളും പറഞ്ഞു, അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് പറഞ്ഞു, SI യൂണിറ്റ് പറഞ്ഞു, ഉപകരണങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു, കൺവേർഷൻസ് എല്ലാം പറഞ്ഞു. ചെറിയ ചായയാണ് നമ്മൾ കുടിച്ചത്. രുചികരമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കമൻറ്റാണ് അടുത്ത ദിവസം വീണ്ടും ഇതിനു വേണ്ടി സമയം കണ്ടെത്താനുള്ള എൻ്റെയും സലീം സാറിൻ്റെയും സ്റ്റീഫൻ സാറിൻ്റെയൊക്കെ എനർജി. വീണ്ടും കാണണം.